പിറ്റേന്ന് രാവിലെ 8 മണിയായപ്പോഴേക്കും ഡോക്ടർ വന്നു. വേദന എങ്ങനെയുണ്ട് ജാനു? ഡോക്ടർ ചോദിച്ചു. വേദന കുറച്ചു കുറവുണ്ടിപ്പോൾ. പുറത്ത് ഭയങ്കര ചൊറിച്ചിലാണ്, ജാനു പറഞ്ഞു. അത് ഉണങ്ങുന്നതിൻ്റെ അടയാളമാണ്. അത് ചൊറിയാനൊന്നും നിൽക്കണ്ട. അപ്പോൾ പിന്നെ ഇൻഫെക്ഷൻ ആവും, ഡോക്ടർ പറഞ്ഞു. ശരി, ചൂട് ഭയങ്കര കൂടുതലാണ് ഡോക്ടറെ. അതിന് ദേഹത്ത് വെള്ളം നനച്ച് തുടച്ചാൽ മതി. അത് ചെയ്യാം ഡോക്ടർ. പിന്നെ ഭക്ഷണം എങ്ങനെ കഴിക്കണം? ഭക്ഷണം ഇന്ന് തൊട്ട് സാധാരണ പോലെ കഴിക്കാം. സന്തോഷമുണ്ട് ഡോക്ടറെ. എത്ര ദിവസമായി വായ്ക്ക് രുചിയായി എന്തെങ്കിലും കഴിച്ചിട്ട്? വലിയ പ്രശ്നമില്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞാൽ വീട്ടിൽ പോകാം. വളരെ സന്തോഷം ഡോക്ടറെ. എന്നാൽ ഞാൻ നടക്കട്ടെ? ഡോക്ടർ ചോദിച്ചു. ശരി ഡോക്ടർ. ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ വേലായുധൻ ചോദിച്ചു, എന്താ കഴിക്കാൻ മേടിക്കണ്ടേ? എനിക്ക് ഇഡ്ഡലിയും സാമ്പാറും മതി. എന്നാൽ ശരി, ഞാനിപ്പോൾ വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് വേലായുധൻ ഫ്ലാസ്കും എടുത്ത് ചായക്കടയിലേക്ക് പോയി. അതെല്ലാം വാങ്ങി വന്നു. രണ്ടുപേരും കട്ടിലിരുന്ന് ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചു. ഇടയ്ക്ക് ഓരോ കഷ്ണം ജാനുവിൻ്റെ വായിൽ വെച്ച് കൊടുക്കാൻ വേലായുധൻ മറന്നില്ല. തിരിച്ച് ജാനുവും ഓരോ കഷ്ണം വേലായുധൻ്റെ വായിൽ വെച്ച് കൊടുത്ത് അങ്ങനെ ഷെയർ ചെയ്ത് അവർ ഇഡ്ഡലി കഴിച്ചു. ഇത് കഴിഞ്ഞ് ഫ്ലാസ്കിൽ നിന്ന് ചായ എടുത്ത് കുടിച്ചു. വേലായുധൻ പാത്രമെല്ലാം കഴുകി വെച്ചു. അപ്പോഴേക്കും സിസ്റ്റർ വന്നു. ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. കഴിക്കാനുള്ള ടാബ്ലറ്റ്സ് എടുത്തു കൊടുത്തുപോയി. മരുന്നെല്ലാം കഴിച്ചു കഴിഞ്ഞ് ദേഹം തുടച്ചു കൊടുത്തു വേലായുധൻ. അപ്പോഴേക്കും ദുർഗയും പോലീസുകാരും വന്നു. എങ്ങനെയുണ്ട്? ദുർഗ ചോദിച്ചു. വേദന കുറവുണ്ട്. ഇന്ന് തൊട്ട് എല്ലാ ഭക്ഷണവും കഴിച്ചോളാൻ പറഞ്ഞു. എന്താവശ്യമുണ്ടെങ്കിലും പറയാൻ മടിക്കണ്ട. പിന്നെ ഇത് വെച്ചോളൂ, ഭക്ഷണത്തിന് ആവശ്യം വരും എന്ന് പറഞ്ഞ് 2000 രൂപ ജാനുവിൻ്റെ കയ്യിൽ കൊടുത്തു. എന്നാൽ ഞാനിറങ്ങട്ടെ എന്ന് പറഞ്ഞ് ദുർഗയും പോലീസുകാരും പുറത്തേക്ക് പോയി. ജാനു ആ രൂപ വേലായുധനെ ഏൽപ്പിച്ചു. 3 ദിവസം പെട്ടെന്ന് പോയി. 3-ാം ദിവസം രാവിലെ ഡോക്ടർ വന്നു. വളരെ മാറ്റമുണ്ട്. ഇന്ന് വീട്ടിൽ പോകാം. മരുന്ന് മുടങ്ങാതെ കഴിക്കണം. 4 ദിവസം കഴിഞ്ഞ് ഒന്ന് ചെക്കപ്പിന് വരണം. ശരി ഡോക്ടർ. ഡോക്ടർ നഴ്സിന് ഡിസ്ചാർജ് സമ്മറി എഴുതി നൽകി. അടുത്ത പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് പോയി. വേലായുധൻ പോയി രാവിലെ കഴിക്കാനുള്ള വെള്ളയപ്പവും കുറുമക്കറിയും വാങ്ങി വന്നു. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിച്ച ശേഷമാണ് ഫ്ലാസ്കിൽ നിന്ന് നല്ല ചൂട് ചായ രണ്ടുപേരും കുടിച്ചു. വേലായുധൻ പാത്രവും ഫ്ലാസ്കും കഴുകി ബാഗിൽ വെച്ചു. തുണികളും മരുന്നുകളും എല്ലാം ബാഗിൽ ഒതുക്കി വെച്ചു. രാവിലെ കഴിക്കാനുള്ള മരുന്നെല്ലാം എടുത്തു കൊടുത്തു വേലായുധൻ. ജാനു അത് വാങ്ങി തണുത്ത വെള്ളത്തിൽ കഴിച്ചു. പേയ്മെൻ്റ് എല്ലാം സർക്കാർ വഹിക്കുന്ന കാരണം അധിക സമയം ചിലവഴിക്കേണ്ടി വന്നില്ല അവർക്ക്. 10 മണിക്ക് ദുർഗ കാറുമായി വന്നു. അവരെ അതിൽ കയറ്റി വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തി ജാനുവിനെ അകത്ത് കട്ടിലിൽ കൊണ്ടുപോയി ഇരുത്തി ദുർഗ. വീട്ടിലെത്തിയപ്പോൾ സന്തോഷമായില്ലേ ജാനേച്ചി? ദുർഗ ചോദിച്ചു. നല്ല സന്തോഷം. അവിടെ ഈ മരുന്ന് മണം ശ്വസിച്ച് വയ്യാതായി, ജാനു പറഞ്ഞു. ഇനി ശുദ്ധമായി ശ്വസിക്കാലോ? ദുർഗ പറഞ്ഞു. അതെ അതെ. ഇത് കുറച്ച് പണമുണ്ട്, കയ്യിൽ വെച്ചോളൂ, വീട്ടുചെലവിന് വേണ്ടി വരും. ദുർഗ ജാനുവേച്ചിൻ്റെ കയ്യിൽ 5000 രൂപ വെച്ചു കൊടുത്തു പറഞ്ഞു. പിന്നെ എന്താവശ്യമുണ്ടെങ്കിലും അറിയിക്കാൻ മടിക്കണ്ടാട്ടോ. ഞാൻ 4 ദിവസം കഴിഞ്ഞ് ചെക്കപ്പിന് കൊണ്ടുപോകാൻ വരാം. മക്കളൊക്കെ എവിടെയാണ്? അവർ സ്കൂളിൽ പോയിട്ടുണ്ടാകും, ജാനു പറഞ്ഞു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ? ദുർഗ ചോദിച്ചു. ശരി ദുർഗ മേഡം. ദുർഗ കാറെടുത്ത് ഓടിച്ച് വീട്ടിലേക്ക് പോയി. എന്തായി ജാനു, സമാധാനമായില്ലേ? വേലായുധൻ ചോദിച്ചു. വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര ആശ്വാസമായി. എന്നാൽ കിടന്നോളൂ, ഞാൻ പോയി അരി അടുപ്പത്ത് വെക്കട്ടെ. അടുക്കളയിൽ കയറി വേലായുധൻ പാത്രമെല്ലാം ഒരു വട്ടം കൂടി കഴുകി അരിക്ക് വെള്ളം വെച്ചു. അരിയെടുത്ത് കഴുകി അടുപ്പത്തെ വെള്ളത്തിലേക്കിട്ടു. നേരെ ജാനുവിൻ്റെ അടുത്തെത്തി. മേല് തുടക്കട്ടെ ജാനു? വേണം, എന്നാലേ ആശുപത്രി മണം മാറുകയുള്ളൂ. ഞാൻ അടുക്കളയിൽ പോയി നോക്കിയിട്ട് വരാം, വേലായുധൻ പറഞ്ഞു. ശരി. വേലായുധൻ അടുക്കളയിലേക്ക് പോയി ചോറ് പാകം നോക്കി വാർത്ത് വെച്ചു. നാളികേരം ചിരുകി പുളിയും ഉള്ളിയും പച്ചമുളകും കൂടി അരച്ച് ഒരു ചമ്മന്തി ഉണ്ടാക്കി. ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറിട്ട് കഞ്ഞിവെള്ളവും ഒഴിച്ച് ഉപ്പിട്ട് ഒരു സ്പൂൺ എടുത്ത് അതിലിട്ട് ഒരു കുഞ്ഞി പ്ലേറ്റിൽ ചമ്മന്തിയും എടുത്ത് ജാനുവിൻ്റെ മുറിയിലേക്ക് പോയി. ഇത്ര വേഗം കഞ്ഞി റെഡിയായോ? പിന്നെ വേലായുധൻ ജാനുവിന് കോരി കൊടുത്തു. നല്ല രുചിയുണ്ടല്ലോ. ഞാനല്ലേ ഉണ്ടാക്കിയേ, അപ്പോൾ രുചി കാണും. അമ്മയുടെ കൈപ്പുണ്യം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, ജാനു പറഞ്ഞു. അച്ഛനും നല്ല കൈപ്പുണ്യമായിരുന്നു എന്ന് അമ്മ പറയാറുണ്ട്, വേലായുധൻ പറഞ്ഞു. അത് രണ്ടും മകനും കിട്ടിയിട്ടുണ്ട് ഉണ്ടാവാം. വേലായുധൻ കഞ്ഞി കോരിക്കൊടുത്ത് ജാനുവിന്. കഞ്ഞി നല്ല സ്വാദോടെ കഴിച്ചു. അത് കഴിഞ്ഞ് പാത്രം കഴുകി കഴിഞ്ഞ് വേലായുധൻ കഞ്ഞി കുടിച്ചു. മുറിയിൽ വന്നപ്പോൾ ജാനുവിന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. വേലായുധൻ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തി. 4 മണിയായപ്പോൾ മക്കൾ വന്ന് വാതിൽ തട്ടുന്ന ശബ്ദം കേട്ടാണ് അവർ ഉണർന്നത്. വേലായുധൻ വന്ന് വാതിൽ തുറന്നു. അമ്മ വന്നു അച്ഛാ. വന്നു മക്കളെ. പിള്ളേർ പുസ്തകപ്പെട്ടി നിലത്ത് വെച്ച് അമ്മയുടെ അടുത്തേക്ക് ഓടി. അമ്മേ, എങ്ങനെയുണ്ട്? മക്കൾ വന്നോ?
അമ്മയ്ക്ക് കുറവായിട്ടോ. രണ്ടുപേരും അമ്മയെ വന്ന് കെട്ടിപ്പിടിച്ചു. മക്കൾക്ക് സന്തോഷമായില്ലേ? ഉവ്വമ്മേ. എന്നാൽ മക്കൾ പോയി ഡ്രസ്സ് മാറി കയ്യും കാലും മുഖവും ഒക്കെ കഴുകിയിട്ട് വാ. ആറ് വേഗം ഡ്രസ്സൊക്കെ മാറാൻ പോയി. വേലായുധൻ അടുക്കളയിലേക്ക് കാപ്പി വെക്കാനും പോയി. എല്ലാവരും ഒരുമിച്ചിരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടത്. വേലായുധൻ വാതിൽ തുറക്കാൻ പോയി. മൊയ്തുവും പാത്തുവുമായിരുന്നു അത്. ഇതാരാ? കയറി വാ മൊയ്തു, വേലായുധൻ പറഞ്ഞു. അവർ രണ്ടുപേരും അകത്തേക്ക് കയറി. ഇതാരാ? കല്യാണ പെണ്ണോ? ജാനു ചോദിച്ചു. നിക്കാഹിന് ക്ഷണിക്കാൻ പോയതാണ് ജാനേച്ചി. ക്ഷണം തുടങ്ങിയോ ഇത്ര വേഗം? ജാനു ചോദിച്ചു. ഇപ്പോൾ തുടങ്ങിയാലേ എല്ലാവരുടെയും അടുത്ത് എത്താൻ സാധിക്കൂ, മൊയ്തു പറഞ്ഞു. അത് ശരിയാ, അവസാനം ക്ഷണിച്ചില്ല എന്നുള്ള കുറ്റം മാത്രം ബാക്കിയാവും, ജാനു പറഞ്ഞു. വേലായുധൻ അവർക്കിരിക്കാൻ 2 കസേര എടുത്ത് കൊണ്ടുവന്നു കൊടുത്തു. അവർ അതിലിരുന്നു. വേലായുധൻ മെല്ലെ അടുക്കളയിലേക്ക് നടന്നു. ജാനുവും അവരും വർത്തമാനം തുടർന്നു. ക്ഷണിക്കാൻ കുറേ ആൾക്കാരുണ്ടോ മൊയ്തു? ഉവ്വ് ജാനേച്ചി, പലരുടെയും വീടറിയാതെ ചോദിച്ചാ പോകുന്നത്. ഉമ്മായ്ക്ക് പണ്ടുപോയ പരിചയം മാത്രമേ ഉള്ളൂ. ഇന്ന് സ്ഥലങ്ങളെല്ലാം മാറിയില്ലേ? അതെ അതെ, എല്ലാ സ്ഥലവും മാറി, ജാനു പറഞ്ഞു. പുടവയും പൊന്നും എന്നാ എടുക്കുന്നത്? അടുത്ത ആഴ്ച പോണം. അപ്പോഴേക്കും ജാനേച്ചിയുടെ വയ്യായൊക്കെ മാറില്ലേ? 4 ദിവസം കഴിഞ്ഞാൽ സ്റ്റിച്ച് വെട്ടും. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും. ചേച്ചിയുടെ സ്ഥാനത്ത് ജാനേച്ചി മാത്രമേ ഉള്ളൂ. ഞാൻ വരാൻ പാത്തു. കല്യാണം നമുക്ക് ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കണം. അപ്പോഴേക്കും വേലായുധേട്ടൻ കട്ടൻ ചായയുമായി വന്നു. ഒരു ഗ്ലാസ് മൊയ്തീനും പാത്തുവിനും കൊടുത്തു. വേലായുധേട്ടാ, അടുത്ത ആഴ്ച പന്തലിടാൻ ആൾക്കാർ വരും. അപ്പോൾ നമുക്ക് മുറ്റത്ത് മാത്രം ഇട്ടാൽ എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ചേട്ടൻ്റെ മുറ്റത്തേക്ക് കൂടി നീക്കിയിടേണ്ടി വരും. എന്നാലേ എല്ലാവർക്കും ഇരിക്കാൻ പറ്റൂ. ആ കാര്യം ചേട്ടനോട് ചോദിക്കാൻ കൂടിയാണ് ഞാൻ വന്നത്. അതെന്താ ചോദിക്കാനിരിക്കുന്നത് മൊയ്തു? അയൽവാസിയുടെ കൂടി ഉത്തരവാദിത്തമല്ലേ കല്യാണം ഗംഭീരമാക്കുക എന്നത്. നീ ധൈര്യമായിട്ട് പന്തലിട്ടോ. പിന്നെ വിരുന്നുകാർ വന്നാൽ കുറച്ച് പേർക്ക് ഇവിടെയും കിടക്കാൻ സൗകര്യം ഉണ്ട് കേട്ടോ. വലിയ ഉപകാരം വേലായുധേട്ടാ, മൊയ്തു പറഞ്ഞു. ഇവളുടെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ കല്യാണത്തിന് ഉത്സാഹിക്കാൻ ഞാനും വരും അങ്ങോട്ട്. സന്തോഷം വേലായുധേട്ടാ. നേരം ഇരുട്ടി, ഞങ്ങൾ നടക്കട്ടെ. നാളെ കാണാം. ശരി മൊയ്തു. മക്കളെ, ചേച്ചി ഇറങ്ങട്ടെ. ഇന്ന് തൊട്ട് അമ്മയുടെ കൂടെയല്ലേ ഉറങ്ങുന്നത്? അതെ ചേച്ചി. ജാനേച്ചി, ഞങ്ങൾ ഇറങ്ങട്ടെ. നാളെ വരാം. ശരി പാത്തു, നാളെ കാണാം. മൊയ്തുവും പാത്തുവും യാത്ര പറഞ്ഞ് അവരുടെ വീട്ടിലേക്ക് പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ ജാനു വേലായുധനോട് ചോദിച്ചു. പാത്തുവിന് വല്ലതും കൊടുക്കണ്ടേ? വേണം. എന്താ കൊടുക്കുക? കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണം. സ്വർണം കൊടുത്താലോ? അയാൾ പറഞ്ഞു. അതെ, സ്വർണം കൊടുക്കാം. അലമാരയിൽ ഇരിക്കുന്ന ഒരു മോതിരം എടുത്തു മാറ്റി പുതിയത് വാങ്ങിക്കൊടുക്കാം. അപ്പോൾ അധികം പൈസ കൂട്ടേണ്ടി വരില്ല, ജാനു പറഞ്ഞു. ശരിയാണ്, നിന്റെ മാറിയിട്ടല്ലേ പറ്റുള്ളൂ. 4 ദിവസം കഴിഞ്ഞ് സ്റ്റിച്ച് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. ശരിയാ, അത് കഴിഞ്ഞു പോകാം. കല്യാണത്തിന് എല്ലാവർക്കും പുതിയ ഡ്രസ്സ് എടുക്കണ്ടേ? പിന്നെ വേണം. എല്ലാം നീ തന്നെ വാങ്ങിയാൽ മതി. അത് വേണ്ട, ഏട്ടനും കൂടെ വരണം. ശരി, ഞാനും വരാം ആളായിട്ട്. പക്ഷേ എനിക്ക് നോക്കി വാങ്ങാനൊന്നും അറിയില്ല. അത് സാരമില്ല, ഞാൻ നോക്കി വാങ്ങിക്കോളാം. എന്നാലും അഭിപ്രായം ചോദിക്കാൻ ഒരാൾ വേണ്ടേ? അതിനാ വരാൻ പറഞ്ഞത്. വാങ്ങി തയ്പ്പിച്ച് കിട്ടണ്ടേ? അതിന് നമ്മൾ സ്ഥിരം കൊടുക്കുന്ന നബീസ ചേച്ചിയുടെ കടയിൽ കൊടുക്കാം. പറഞ്ഞ സമയത്ത് തരും അവർ. പിള്ളേർക്ക് 2 ജോഡി വാങ്ങിക്കോ. അവർക്ക് പുറത്തേക്കിടാൻ അധികം ഡ്രസ്സില്ലല്ലോ, വേലായുധൻ പറഞ്ഞു. ശരിയാ, അവർക്ക് ഡ്രസ്സ് കുറവാണ്. ഉള്ളതൊക്കെ ചെറുതായി പോയി. അവർ പെട്ടെന്ന് വളരല്ലേ. പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും കൊടുത്തോ? ഇല്ല, ഞാൻ കടയിൽ പോയി വല്ല പലഹാരവും വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് വേലായുധൻ ഒരു ഷർട്ട് എടുത്തിട്ട് കുറച്ച് കാശെടുത്ത് പോക്കറ്റിൽ വെച്ച് മുടിയൊക്കെ ഇരിയൊതുക്കി പുറത്തേക്കിറങ്ങി. വേലായുധൻ പോകുന്ന വഴി നാരായണിയെ കണ്ടു. ഡാ, എങ്ങനെയുണ്ടടാ അവൾക്ക്? കുറഞ്ഞു വരുന്നു. ഇനി എത്ര ദിവസം പിടിക്കും? 4 ദിവസം കഴിഞ്ഞാൽ സ്റ്റിച്ച് വെട്ടും. ഇനി അവളെ പെട്ടെന്നൊന്നും പണിക്ക് വിടണ്ടാട്ടോ. ഇല്ല, ഇനി അവളെ എവിടെയും വിടുന്നില്ല. നിന്റെ എല്ലാം മാറിയില്ലേ? ആ മാറി. അവളുടെ കൈപുണ്യം കാരണമാണ് നിന്റെ വേഗം മാറിയത്. അതേ നാരായണേച്ചി, അവളുടെ സ്നേഹം നിറഞ്ഞ പരിചരണം കാരണമാണ് ഞാൻ ഇപ്പോൾ എണീറ്റ് നടക്കുന്നത്. ആ കടം വീട്ടാൻ ഒരവസരം ദൈവം ഉണ്ടാക്കിയതാണെന്ന് കരുതിയാൽ മതി. അതെ അതെ, ശരിക്കും കടം വീട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അവളെപ്പോലെ സ്നേഹമുള്ള പെണ്ണിനെ കിട്ടിയത് നിന്റെ ഭാഗ്യമാടാ. അതേ നാരായണേച്ചി, വേറെ വല്ല പെണ്ണുങ്ങളായിരുന്നുവെങ്കിൽ ഇനി ഭർത്താവിനെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് വേറെ ആണുങ്ങളുടെ കൂടെ പോയേനെ. എൻ്റെ അയൽപ്പക്കത്തുണ്ടല്ലോ ഒരു ശാന്ത. അവളുടെ ഭർത്താവ് തെങ്ങിൽ നിന്ന് വീണ് നടുവൊടിഞ്ഞ് കിടന്നപ്പോൾ അവളേക്കാൾ പ്രായം കുറഞ്ഞ ലോറി ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അറിയോ? ആ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു ദിവസം വരാം വീട്ടിലേക്ക്. ഇപ്പോൾ വീട്ടിൽ കുറച്ച് പണിയുണ്ട്. ഞാൻ നടക്കട്ടെ. നീ എങ്ങോട്ട് ഇറങ്ങിയതാണ്? ഞാൻ പിള്ളേർക്ക് വല്ല പലഹാരവും വാങ്ങി കൊടുക്കാൻ ഇറങ്ങിയതാണ്. എന്നാൽ വേഗം പൊയ്ക്കോ. പലഹാരം കഴിയാൻ നിൽക്കണ്ട. ഞാനും വീട്ടിലേക്ക് പോട്ടെ. ശരി നാരായണേച്ചി എന്ന് പറഞ്ഞ് വേലായുധൻ കറുപ്പേട്ടൻ്റെ ചായക്കട ലക്ഷ്യമാക്കി നീങ്ങി. കറുപ്പേട്ട, എന്താ കുടിക്കാനുള്ളത്? ആരത്? വേലായുധനോ? എന്തായിടാ ജാനുവിൻ്റെ? ഉണക്കമായി തുടങ്ങി. 2 ദിവസം കഴിഞ്ഞാൽ സ്റ്റിച്ച് വെട്ടാൻ പോണം. പരിപ്പുവടയുണ്ട്, ബജിയുണ്ട്. ഏതാ വേണ്ടത്?
പരിപ്പുവട 8 പൊതിഞ്ഞോളൂ. കറുപ്പേട്ടൻ 8 പരിപ്പുവട പൊതിഞ്ഞു കൊടുത്തു. വേലായുധൻ അതിൻ്റെ പൈസ കൊടുത്ത് പോട്ടെ കറുപ്പേട്ട എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് നടന്നു. വീട്ടിൽ വന്ന് എല്ലാവരും കൂടിയിരുന്ന് പരിപ്പുവടയും കട്ടൻ കാപ്പിയും കഴിച്ചു. 2 ദിവസം കഴിഞ്ഞ് ദുർഗ വന്ന് ജാനുവിനെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ച് വെട്ടി കൊണ്ടുവന്നു. വരുമ്പോൾ ഡോക്ടർ ഒരാഴ്ചത്തേക്ക് കൂടി എഴുതിയ മരുന്നുകളും വാങ്ങി വീട്ടിൽ കൊണ്ടാക്കി പോകുമ്പോൾ 10,000 രൂപ ജാനുവിൻ്റെ കയ്യിൽ കൊടുത്തു. ഒരാഴ്ച മരുന്ന് കഴിച്ചാൽ ഉണക്കമാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഉണക്കമായില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയാൽ മതി. മരുന്ന് മുടങ്ങാതെ കഴിക്കണം. പിന്നെ പുരട്ടാനുള്ളത് 2 നേരം പുരട്ടണം. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എന്നാൽ ഞാൻ നടക്കട്ടെ? ദുർഗ ചോദിച്ചു. ശരി. ദുർഗ കാറിൽ കയറി ഓടിച്ചുപോയി. ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോൾ എല്ലാം മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് വേലായുധേട്ടാ. സന്തോഷമായില്ലേ? സന്തോഷമായി ജാനു, വേലായുധൻ പറഞ്ഞു. ദുർഗ കൊടുത്ത പണം ജാനു വേലായുധനെ ഏൽപ്പിച്ചു. മരുന്നിൻ്റെ കവറും വേലായുധനെ ഏൽപ്പിച്ചു. വേലായുധൻ തോളത്ത് കൈയിട്ട് ജാനുവിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പുതപ്പ് മാറ്റി പുതച്ച് സ്റ്റിച്ച് വെട്ടിയത് നോക്കി. അപ്പോഴാണ് ശരിക്കും മുറിവ് വേലായുധൻ കാണുന്നത്. ഉണക്കമായതിൻ്റെ കറുത്ത പാടുകൾ കാണാമായിരുന്നു. വേലായുധൻ പതിയെ പുറം തടവി നോക്കി. വേദനിക്കുന്നു വേലായുധേട്ടാ, ജാനു പറഞ്ഞു. മുറിവ് എത്രയുണ്ടെന്ന് തൊട്ടു നോക്കിയതാ ജാനു. എങ്ങനെയുണ്ട്? ഉണക്കമായോ? മുറിവെല്ലാം കരുവാളിച്ചു. എന്നാൽ എനിക്ക് ജാക്കറ്റ് ഇടാൻ പറ്റുമോ? ഒരാഴ്ചത്തെ മരുന്ന് കഴിയുമ്പോഴേക്കും പറ്റും. അപ്പോഴേക്കും നന്നായി ഉണങ്ങും. എന്നിട്ടേ എനിക്ക് പാത്തുവിൻ്റെ വീട്ടിൽ പോകാൻ പറ്റൂ. കല്യാണമാകുമ്പോഴേക്കും നല്ലോണം മാറും. അവൾക്ക് ആഭരണം എടുക്കാനും വസ്ത്രങ്ങൾ എടുക്കാനും ഒരു ദിവസം ചെല്ലാൻ പറഞ്ഞിട്ടില്ലേ? ഉവ്, അതിന് പോകാൻ പറ്റുമോ? അത് പോകാം. ജാക്കറ്റ് ഇട്ട് സാരി എടുത്ത് ദേഹം മൂടിയിട്ട് പോയാൽ മതി. വേദന എടുക്കുമോ വേലായുധേട്ടാ? ചെറുതായിട്ടൊക്കെ ഉണ്ടാകും. അപ്പോഴേക്കും കുറേ ഉണങ്ങും. അപ്പോഴാണ് പുറത്ത് വാതിൽ ആരോ തട്ടുന്നത് കേട്ടത്. അയാൾ വേഗം പുതപ്പ് ശരിയാക്കിയിട്ട് മുറിക്ക് പുറത്തേക്കിറങ്ങി. വേലായുധൻ വാതിൽ തുറന്നു. വിശാലാക്ഷി ടീച്ചറായിരുന്നു അത്. ടീച്ചർ എന്താ ഈ വഴിക്ക്? ഞാൻ ജാനുവിനെ കാണാൻ വന്നതാണ്. കയറി വാ. വിശാലത്തിനെ വേലായുധൻ ജാനുവിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. എങ്ങനെയുണ്ട് മോളെ? ഉണങ്ങി തുടങ്ങി. നീ വളരെ ക്ഷീണിച്ചു പോയല്ലോ. കിടപ്പല്ലേ ടീച്ചറെ? അതാണ്. പഴവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കണം. എന്നാലേ ശരീരം പഴയ പോലെയാവൂ. ഇനിയെല്ലാം ചെയ്യണം. കുറച്ചുനാൾ റെസ്റ്റ് എടുക്കണം ടീച്ചറെ. പിന്നെ അവിടുത്തെ പണിയൊക്കെ ആരാ ചെയ്യുന്നത്? ഞാൻ തന്നെ. വൃത്തിയുള്ള ഒരുത്തിയെയും കിട്ടാനില്ല. പിന്നെ ഭയങ്കര ഡിമാൻഡുകളാണ്. അത് കാരണം ഞാൻ തന്നെ എല്ലാം ചെയ്യാമെന്ന് വെച്ചു. അപ്പോഴേക്കും വേലായുധൻ കാപ്പിയുമായി വന്നു. കാപ്പി കുടിക്ക് ടീച്ചറെ, വേലായുധൻ പറഞ്ഞു. അയ്യോ വേണ്ടായിരുന്നു. അത് സാരമില്ല ടീച്ചറെ. വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്നിട്ട് ഒന്നും കുടിക്കാൻ തരാതെ എങ്ങനെയാ ടീച്ചറെ? ശരി എന്ന് പറഞ്ഞ് വിശാലൻ കാപ്പി ഗ്ലാസ് വാങ്ങിച്ചു കുടിച്ചു. പോകാൻ നേരം 10,000 രൂപ ജാനുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു. നീയാണ് എൻ്റെ മോളെ ജീവൻ രക്ഷിച്ചത്. അത് നമ്മൾ ഒരിക്കലും മറക്കില്ല. ഞാൻ എൻ്റെ കടമ മാത്രമാണ് ചെയ്തത് ടീച്ചറെ. സ്വന്തം ജീവൻ നോക്കാതെയല്ലേ നീ അവളെ രക്ഷിച്ചത്? അയാൾ വെട്ടാൻ വന്നപ്പോൾ ദുർഗയെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് തോന്നി. ചെയ്തു എന്ന് മാത്രം. അത് തന്നെയാണ് വേണ്ടത്. പക്ഷേ ഇന്ന് ഇത്തരം ആളുകൾ കുറവാണ്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ജാനു? ശരി ടീച്ചറെ. എങ്ങനെയാ വന്നത്? ഓട്ടോ പിടിച്ചാ വന്നത്. ഓട്ടോ വേലായുധേട്ടൻ വിളിച്ചിട്ട് വരും. ടീച്ചർ ഇരിക്കൂ. വേലായുധൻ വേഗം ഷർട്ടിട്ട് പുറത്തേക്കിറങ്ങി ഓട്ടോ പിടിക്കാൻ. ജംഗ്ഷനിൽ ചെന്നപ്പോൾ ഒറ്റ വണ്ടിയില്ല. അല്ലെങ്കിലും അത്യാവശ്യത്തിന് വന്നാൽ ഒറ്റ ഓട്ടോ പോലും കിട്ടില്ല. വേലായുധൻ മനസ്സിൽ പറഞ്ഞു. അരമണിക്കൂർ നിന്നപ്പോഴാണ് ഒരു ഓട്ടോ കിട്ടിയത്. അത് വിളിച്ച് കൊണ്ടുവന്ന ടീച്ചറെ അതിൽ കയറ്റി വിട്ടു. വീട്ടിലേക്ക് കയറുമ്പോഴാണ് വേറെ ഓട്ടോ പടിക്കൽ വന്ന് നിൽക്കുന്നത് ശബ്ദം കേട്ടത്. തിരിഞ്ഞു നോക്കിയപ്പോൾ അത് നാരായണിയും ഭർത്താവ് ഗോപാലൻ നായരുമായിരുന്നു. ജാനുവിൻ്റെ വീട് ഇതല്ലേ? ഗോപാലൻ നായർ വേലായുധനോട് വിളിച്ചു ചോദിച്ചു. അതെ. രണ്ടുപേരും ഓട്ടോയിൽ നിന്നിറങ്ങി. ഓട്ടോ വിട്ടു. എങ്ങനെയുണ്ട് ജാനുവിന്? നാരായണി ചോദിച്ചു. കുറവായി. കയറി വരൂ. അകത്താണ് കിടക്കുന്നത്. രണ്ടുപേരും അകത്തേക്ക് കയറി. എങ്ങനെയുണ്ട് ജാനു? നാരായണി ചോദിച്ചു. കുറവായി തുടങ്ങി. ആകെ ക്ഷീണിച്ചു പോയല്ലോ കൊച്ചേ? ഗോപാലൻ നായർ ചോദിച്ചു. ചോദ്യം കേട്ട് നാരായണി ഗോപാലൻ നായരെ തുറിച്ചു നോക്കി. സംഗതി പ്രശ്നമായെന്ന് ഗോപാലൻ നായരുടെ മുഖത്ത് വിരിഞ്ഞ ഒരു പ്രത്യേക ഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാം. ആ ദുർഗ കൊച്ച് വെടിവെച്ച കാരണം രക്ഷപ്പെട്ടല്ലേ ജാനു? നാരായണി ചോദിച്ചു. അതെ അതെ, ദൈവാധീനം തന്നെയാണ് ജാനുവിൻ്റെ, നാരായണി പറഞ്ഞു. ഒരു വെട്ടുകൊണ്ടാൽ എന്താ? പത്രത്തിൽ പടം വന്നില്ലേ? ഗോപാലൻ നായരുടെ നിഷ്കളങ്കമായ ചോദ്യം. അത് കേട്ടപ്പോൾ നാരായണിക്ക് ചൊറിഞ്ഞു കയറി. ശരിക്കും ഇയാൾ നാണം കെടുത്താൻ വേണ്ടിയാണ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നാൽ എന്തൊക്കെ കേൾക്കേണ്ടി വരുമോ ആവോ. എന്തായാലും വേഗം ഇറങ്ങാം, നാരായണി മനസ്സിൽ പറഞ്ഞു. ഗോപാലൻ നായരുടെ കാലിൽ ഒരു ചവിട്ട് വെച്ചു കൊടുത്തു. ആരും കാണാതെ. പെട്ടെന്ന് ചവിട്ട് കിട്ടിയപ്പോൾ കാൽ ചവിട്ടിയ ഭാവമാണ് അയാളുടെ മുഖത്ത് വിരിഞ്ഞത്. മുറിവ് വേഗം ഉണങ്ങട്ടെ ജാനു എന്ന് പറഞ്ഞ് അവർ വേഗം ഇറങ്ങി അവിടെ നിന്ന്. അവർ പോയി കഴിഞ്ഞപ്പോൾ ജാനുവിന് ഒരു ആശ്വാസം തോന്നി. ഗോപാലൻ നായരുടെ നോട്ടമായിരുന്നു സഹിക്കാൻ പറ്റാത്തത്. സ്റ്റിച്ച് വെട്ടിയ മുറിവ് ഉണങ്ങി തുടങ്ങി. ജാക്കറ്റ് ഇടാൻ തുടങ്ങി വേലായുധേട്ടൻ്റെ.
സഹായത്തോടെ. അപ്പോഴാണ് ജാനു വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. ഒരു ദിവസം കുളിക്കണമെന്ന് പറഞ്ഞപ്പോൾ വെള്ളം ചൂടാക്കി കുളിപ്പിച്ചു. തലയെല്ലാം നന്നായി തോർത്തി രാസ്നാദിപ്പൊടി തേച്ചു കൊടുത്തു അയാൾ. വേലായുധൻ അതെല്ലാം ചെയ്യുന്നത് കാണുമ്പോൾ ജാനുവിന് കണ്ണ് നിറയും. അത് കാണുമ്പോൾ വേലായുധൻ പറയും, ഈ കണ്ണ് നിറയാതിരിക്കാനാണ് ഞാൻ ഇതെല്ലാം ചെയ്തു തരുന്നത് എന്ന് പറഞ്ഞ് കണ്ണീർ കൈകൊണ്ട് തുടച്ചു കൊടുക്കും. സന്തോഷ കണ്ണീരാണ് വേലായുധേട്ടാ. ഇത്രയും സ്നേഹമുള്ള ഭർത്താവിനെ എനിക്ക് കിട്ടിയതിലുള്ള സന്തോഷം. ഇത്ര സ്നേഹമുള്ള ഭാര്യയെ കിട്ടിയത് എൻ്റെ പുണ്യമാണ്, വേലായുധൻ പറഞ്ഞു. വീട്ടിലെ പണികൾ ചെയ്ത് വയ്യാതായോ വേലായുധേട്ടാ? ഇതിലും ഭാരമുള്ള പണികൾ ചെയ്യുന്ന എനിക്ക് വീട്ടിലെ പണിയെല്ലാം സുഖമല്ലേ ജാനു? പിന്നെ ഇതൊക്കെ എൻ്റെ കടമയല്ലേ? അയാൾ ചോദിച്ചു. ജാനുവിന് വസ്ത്രമെല്ലാം മാറ്റിക്കൊടുത്ത് വേലായുധൻ തുണി തിരുമ്പാൻ പോയി. 2 ദിവസം കഴിഞ്ഞ് പാത്തുവിന് ഡ്രസ്സ് എടുക്കാൻ കൂട്ടുപോയി ജാനു. ജാനുവിനും കുടുംബത്തിനുമുള്ള ഡ്രസ്സുകളും അതിൻ്റെ കൂട്ടത്തിൽ എടുത്തു കൊടുത്തു മൊയ്തീൻ. 3 ദിവസം പാത്തുവിൻ്റെ വിവാഹത്തിൻ്റെ ആഘോഷമായിരുന്നു അവിടെ. എല്ലാം ഗംഭീരമായി കഴിഞ്ഞു. വിവാഹത്തിൻ്റെ അന്ന് രാത്രി പാത്തു മണിയറയിൽ ആദ്യ രാത്രിയാണെന്നുള്ള ആദിയിലിരിക്കുമ്പോൾ ഹക്കീം മണിയറയിലേക്ക് ചെന്ന് വാതിലടച്ചു. വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ട് പാത്തു സ്വപ്നലോകത്ത് നിന്ന് ഉണർന്നു. ഹക്കീം പാത്തുവിൻ്റെ അടുത്ത് വന്നിരുന്നു. പാത്തുവിൻ്റെ കൈ എടുത്ത് കയ്യിൽ വെച്ച് ചോദിച്ചു, പാത്തു എന്താ തലകുമ്പിട്ടിരിക്കുന്നത്? ഒന്നുമില്ല, പാത്തു പറഞ്ഞു. ഹക്കീം പതിയെ പാത്തുവിൻ്റെ താടി പിടിച്ചുയർത്തി കണ്ണിൽ നോക്കി ചോദിച്ചു, ഈ ദിവസത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഇത്രനാൾ കാത്തിരുന്നത്? അറിയില്ല, പാത്തു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഹക്കീം അവൻ്റെ മൂക്ക് അവളുടെ മൂക്കിൽ തൊടുവിച്ച് ചോദിച്ചു, എത്ര നാളായി നിൻ്റെ ചുവന്ന ചുണ്ടുകൾ എന്നെ കൊതിപ്പിക്കുന്നു? ഞാനത് തിന്നോട്ടെ? ഹക്കീം ചോദിച്ചു. അവൾ സമ്മതം മൂളി. അവൻ പതിയെ അവളുടെ ചുണ്ടുകൾ അവളുടേതായിട്ട് അടുപ്പിച്ചു. അവർ കണ്ണുകൾ അടച്ച് അത് ആസ്വദിച്ചു. സമയം കടന്നുപോയി. അവൻ്റെ കൈകൾ അവളുടെ ഉടലിനെ തഴുകിക്കൊണ്ടിരുന്നു. അവളുടെ കൈവിരലുകൾ അവൻ്റെ തലമുടിയിൽ ഒഴുകി നടന്നു. സമയം പിന്നെയും കടന്നുപോയി. അവർ കിടക്കയിലേക്ക് ഒരുമിച്ച് കിടന്നു. അവരുടെ നിശ്വാസങ്ങൾ മുറിയിൽ നിറഞ്ഞു. ഉടയാടകൾ താഴെ അഴിഞ്ഞു വീണു. മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ അവർ പരസ്പരം കണ്ടു. അവൻ അവളെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവളും അവനെ ചുംബനത്താൽ ഉണർത്തി. സമയം പിന്നെയും കടന്നുപോയി. അവർ ആലിംഗനത്തോടെ കിടക്കയിൽ കിടന്നുരുണ്ടു. അവരുടെ ശൃംഗാരങ്ങൾ മുറിയിൽ മുഴങ്ങി. അവൻ അവളുടെ ആഴങ്ങളിലേക്കിറങ്ങി. അവർ മാസ്മരിക ലോകത്തിലായിരുന്നു. അപ്പോൾ ഉയർച്ച താഴ്ചകൾക്കൊടുവിൽ ശീൽക്കാര ശബ്ദത്തോടെ രണ്ടുടലും ലയിച്ചു ഒന്നായി തീർന്നു. 2 പേരും രതിയുടെ കൊടുമുടിയിൽ എത്തിച്ചേർന്നു. അപ്പോൾ അതിൻ്റെ അനുഭൂതിയിൽ അവൻ അവളുടെ ദേഹത്തേക്ക് തളർന്നു വീണു. അവളും അതിൻ്റെ അനുഭൂതിയിൽ കണ്ണടച്ച് കിടന്നു. അരണ്ട വെളിച്ചത്തിൽ രണ്ടുടലും രതിശില്പമായി മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ അതൊരു പ്രണയസാഫല്യത്തിൻ്റെ മുഹൂർത്തമായിരുന്നു. ഭൂമിയിൽ അപൂർവമായി സംഭവിക്കുന്ന പ്രണയസാഫല്യത്തിൻ്റെ ലയിച്ചു ചേരലായിരുന്നു അത്. പ്രണയം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് രതിയിലൂടെയാണ്. മടുപ്പില്ലാത്ത രതിയാണ് ആ ബന്ധത്തിൻ്റെ ദൃഢത നിലനിർത്തുന്നത്. രതി പ്രകൃതിയെ ലയിച്ചു ചേരലാണ്. ജാനുവിൻ്റെ മുറിവുകൾ പൂർണ്ണമായി മാറി സുഖം പ്രാപിച്ചു. വേലായുധനും ജാനുവും സന്തോഷത്തിൻ്റെ രാവുകളായിരുന്നു പിന്നീട്. 2 പേർക്കും മാറി മാറി വന്ന ദുരിതങ്ങൾ അവരുടെ സ്നേഹത്തെ കൂടുതൽ ദൃഢമാക്കി. 2 വേർപിരിയാത്ത ഇണക്കുരുവികളെപ്പോലെ പരീക്ഷണങ്ങളെയെല്ലാം അവർ സ്നേഹത്തോടെ നേരിട്ടു വിജയം കൈവരിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രിയിൽ നിന്ന് ജാനു ധീരതയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. ഒപ്പം 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും കൈപ്പറ്റി. ജാനു ഒരു പോലീസ് ഓഫീസറിൻ്റെ ജീവൻ രക്ഷിച്ച് എല്ലാവർക്കും മാതൃകയായിരിക്കുകയാണ്. അതിന് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു, മുഖ്യമന്ത്രി പറഞ്ഞു. ദുർഗയാണ് അവരെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയതും കൊണ്ടുവന്നതും. ആ ക്യാഷ് അവർ ബാങ്കിലിട്ടു. മക്കളുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായി. ഒരു ദിവസം രാത്രി മക്കളെ ഉറക്കി ജാനു വേലായുധനരികിലേക്ക് വന്നു. വേലായുധൻ എന്തോ ആലോചിച്ച് കിടക്കുകയായിരുന്നു. ജാനു വേലായുധനരികിൽ കിടന്ന് വേലായുധൻ്റെ നെഞ്ചിലെ രോമത്തിൽ തടവിക്കൊണ്ട് ചോദിച്ചു, എന്താ വേലായുധേട്ടാ ഭയങ്കര ആലോചന? അതെ, തിങ്കളാഴ്ച തൊട്ട് ഞാൻ പണിക്ക് പോകാൻ പോവാണ്. ഇനി ഞാൻ മാത്രം പണിക്ക് പോയാൽ മതി, നീ ഇവിടെ ഇരുന്നാൽ മതി. ഇല്ല വേലായുധേട്ടാ, ചിലവ് കൂടല്ലേ? 2 പെൺകുട്ടികളല്ലേ, ഞാനും പോകാം പണിക്ക്. അപ്പോൾ കുറച്ച് പൈസ സമ്പാദിക്കാൻ സാധിക്കും. മനസ്സില്ലാ മനസ്സോടെ വേലായുധൻ സമ്മതം മൂളി. അപ്പോൾ ഞാനും തിങ്കളാഴ്ച തൊട്ട് പണിക്ക് പോകാൻ പോവാണ്. ആ ദുർഗ എന്നെ ചേച്ചിയെ പോലെയാണ് കാണുന്നത്. അവരുടെ സ്നേഹം എങ്ങനെയാ കാണാതിരിക്കാൻ പറ്റുക? അവർ വേറെ ആരെങ്കിലും ഇതുവരെ പണിക്ക് വെച്ചിട്ടില്ല. ഞാൻ വരുന്നതും കാത്തിരിക്കുകയാണ്. അവരുടെ അമ്മ എന്നെ മോളെ പോലെയാ കാണുന്നത്. അവരെയൊക്കെ മറക്കാൻ പറ്റുമോ വേലായുധേട്ടാ? ശരിയാ, പണിക്കാരികളോട് സ്നേഹത്തോടെ പെരുമാറുന്നവർ വളരെ കുറവാണ്. ആ ഗോപാലൻ നായരുടെ വീട്ടിൽ പോകുന്നില്ലേ? അയ്യോ ഇല്ല. അയാളുടെ ഒരു വളിച്ച നോട്ടവും അയാളുടെ ഭാര്യയുടെ സംശയത്തോടെയുള്ള നോട്ടവും സഹിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങോട്ടേക്കില്ല വേലായുധേട്ടാ. ശരിയാ, അങ്ങോട്ടേക്ക് പോകണ്ട, ഞാനത് പറയാനിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് വേലായുധൻ ജാനുവിനെ കെട്ടിപ്പുണർന്നു.
ഒരുപാട് നാളത്തെ കഷ്ടതകൾക്ക് ശേഷമുള്ള ആ കെട്ടിപ്പുണരലിന് കുറച്ച് ദൃഢത കൂടുതലായിരുന്നു. വിയർപ്പിൽ മുങ്ങിക്കുതിച്ച് കൊണ്ടവരുടെ ഉടലുകൾ തമ്മിൽ വേർപെടുമ്പോൾ സമയം 1 മണിയായിരിക്കുന്നു. തിങ്കളാഴ്ച മുതൽ അവർ വീണ്ടും പണിക്ക് പോകാൻ തുടങ്ങി. വൈകുന്നേരങ്ങളിൽ അവർ ഒത്തുചേർന്ന് വീട്ടിൽ സന്തോഷം അലതല്ലി. വേലായുധൻ ചെറിയ കരാർ ജോലികൾ എടുത്ത് ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്ന് നല്ല വരുമാനം വന്നു തുടങ്ങിയപ്പോൾ കൂടുതൽ കരാർ പണികൾ എടുത്ത് ചെയ്യാൻ തുടങ്ങി. പണി കൃത്യസമയത്ത് ഉറപ്പോടെ പണിതു കൊടുക്കുന്ന കാരണം കൂടുതൽ കരാർ കിട്ടാൻ തുടങ്ങി. അങ്ങനെ കിട്ടിയ പണം കൊണ്ട് നല്ലൊരു വീട് വെച്ചു. കുറച്ച് സ്വർണമെല്ലാം വാങ്ങി ബാക്കിയുള്ളത് ബാങ്കിലിട്ടു. വരുമാനമായപ്പോൾ ജാനുവിനോട് പണിക്ക് പോകണ്ട എന്ന് പറഞ്ഞു വേലായുധൻ. ജാനു മക്കളുടെ കാര്യം നോക്കി വീട്ടിലിരിക്കാൻ തുടങ്ങി.